വിസ്മയ കേസ് പ്രതി കിരൺകുമാറിനെ വീട് കയറി ആക്രമിച്ചു. കേസിന്റെ പേര് പറഞ്ഞ് വെല്ലുവിളി, ഫോൺ കവർന്നു. റോഡിലൂടെ കടന്നുപോയ 4 യുവാക്കൾ വിസ്മയയുടെ കേസിന്റെ പേര് പറഞ്ഞ് പ്രകോപനമാകുകയും 4 പേര് അടങ്ങുന്ന സംഘം കിരൺകുമാറിന്റെ വീട് കയറി ആക്രമിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തു. മുന്നിലുണ്ടായിരുന്ന വീപ്പകളെ അടിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ്. ബഹളം കേട്ട് വീടിന് പുറത്തിറങ്ങിയ കിരൺകുമാറിനെ അടിക്കുകയും താഴെയിടുകയും ഫോൺ കവർന്നു പോവുകയുമാണ് ചെയ്തത്. ഇതിനു മുമ്പും യുവാക്കൾ ബൈക്കിലെത്തി കിരൺകുമാറിൻ്റെ വീട്ടിൽ നിന്ന് വെല്ലുവിളിക്കുകയും പല ബഹളങ്ങൾ വയ്ക്കുകയും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ തുടർന്നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കണ്ടാലറിയുന്ന 4 പേരാണെന്ന് പോലീസ് പറയുകയുണ്ടായി. 4 പേരുടെ പേരിൽ പല വകുപ്പുകളിലിട്ടാണ് പല വകുപ്പുകളിലിട്ടാണ് ഇപ്പോൾ കേസ് നിലവിലെടുത്തിരിക്കുന്നത്. വിസ്മയ കേസുമായി ഈ കേസിന് ഒരു ബന്ധവുമില്ലെന്ന് പോലീസ് പറഞ്ഞു. വീട് കയറി ആക്രമിച്ച സംഭവത്തിൽ ശൂരനാട് പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. ശാസ്താംകോവിലിൻ്റെ അടുത്തുള്ള വീട്ടിനടുത്ത് വെച്ചായിരുന്നു ഈ സംഭവം. ഇപ്പോൾ എന്തായാലും കേസ് പോലീസ് എടുത്തിരിക്കുകയാണ്. കണ്ടാലറിയുന്ന 4 പേരുടെ പേരിലാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. MBBS വിദ്യാർത്ഥിനിയായിരുന്ന വിസ്മയ, 24 വയസ്സ്, ഭർതൃഗൃഹത്തിൽ വെച്ച് പീഡനം മൂലം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇത് കിരൺകുമാറിനെ വീട് കയറി ആക്രമിച്ചിരിക്കുകയാണ്. 4 പേരടങ്ങുന്ന സംഘമാണ് ബൈക്കിലെത്തി കിരൺകുമാറിനെ വിളിച്ചിറക്കുകയും അതുപോലെ തന്നെ വിസ്മയുടെ കാര്യത്തിന് പ്രകോപനമാകുകയും കിരണിനെ അടിച്ച് താഴെയിടുകയും തുടർന്ന് മൊബൈൽ കവർന്നു പോവുകയുമാണ് ചെയ്തത്. കേസുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് പോലീസ് പറഞ്ഞു. ശൂരനാട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ഇതിന് വിസ്മയ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്ന് 4 പേർ, കണ്ടാലറിയുന്ന 4 പേരാണ് വാഹനത്തിലെത്തി കിരൺകുമാറിനെ തള്ളി താഴെയിട്ടിട്ട് ഫോണുമായി കവർന്ന് പോയിരിക്കുന്നത്. എന്തു തന്നെയായാലും മുമ്പും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ കേസുമായി, വിസ്മയ കേസുമായി ഒരു ബന്ധവുമില്ല എന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. തുടർന്ന് 2021 ജൂൺ 21 വിസ്മയ ഭർതൃഗൃഹത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നത്. തുടർന്നിപ്പോൾ 10 വർഷത്തെ കഠിന തടവാണ് കിരൺകുമാറിന് കോടതിയിൽ നിന്ന് കിട്ടിയത്. എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു കിരൺകുമാർ. തുടർന്ന് തൻ്റെ സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു താമസം. ഇപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ശാസ്താ കോവിലിനടുത്തുള്ള വീട്ടിലാണ് കിരൺകുമാർ ഇപ്പോൾ താമസിക്കുന്നത്. ശൂരനാട് പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്.